മാർബിൾ ബോൾ ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ജപ്പാനിലെ വീടുകളിൽ മാർബിൾ ബോൾസ് കൊണ്ട് നടത്തുന്ന പരീക്ഷണത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയതോടുകൂടിയാണ് ഈ ഒരു ടെസ്റ്റിനെ കുറിച്ച് പലരും അന്വേഷിച്ചു തുടങ്ങിയത്. ജപ്പാൻ പോലെ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ വീടുകളുടെ തറനിരപ്പിൽ വരുന്ന മാറ്റങ്ങൾ പരിശോധിക്കാനാണ് ഈ ഒരു മാർഗം ഉപയോഗിക്കുന്നത്. പരീക്ഷണം ഔദ്യോഗികമായൊന്നും അംഗീകരിച്ചിട്ടില്ല, പക്ഷേ ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ ഇത് കൗതുകമുണർത്തുന്ന ഒന്നാണ്. ഒരു ചെറിയ ഗ്ലാസ് മാർബിൾ അല്ലെങ്കിൽ മെറ്റൽ ബോൾ ബാത്റൂമിന്റെ തറയിൽ വെക്കും. ഈ ബോളുകൾ നിശ്ചലമായി തുടരുന്നോ അതോ ഉരുളാൻ തുടങ്ങുമോ എന്നാണ് നിരീക്ഷിക്കേണ്ടത്. തറനിരപ്പാണെങ്കിൽ മാർബിൾ കല്ല് യഥാസ്ഥാനത്ത് തുടരും. ഭൂകമ്പത്തിന് ശേഷം വീട് പൂർണ്ണമായും നിരപ്പിലല്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴും ചിലർ വീട്ടിൽ ഈ പരീക്ഷണം നടത്താറുണ്ട്. സാധാരണയായി ജപ്പാനിൽ ടെക്ടോണിക് ഫലകങ്ങൾ സ്ഥിതി ചെയ്യുന്നതിനാൽ ഭൂകമ്പങ്ങൾ ഇവിടെ ഒരു പതിവാണ്. അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗവും. ഓരോ വർഷവും ജപ്പാനിൽ ആയിരക്കണക്കിന് ഭൂകമ്പങ്ങളാണ് ഉണ്ടാകാറുള്ളത്. അവയിൽ മിക്കതും ചെറുതും നാശനഷ്ടമുണ്ടാകാത്തവയുമാണ്. എന്നിരുന്നാലും കെട്ടിടം പൂർണ്ണമായും സുരക്ഷിതമാണോ എന്ന് നിശ്ചയിക്കാൻ ഈ ടെസ്റ്റ് കൊണ്ടൊന്നും കഴിയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ രീതി ശാസ്ത്രത്തെ അടിസ്ഥാനമുള്ളതാക്കിയല്ല എങ്കിലും മനുഷ്യർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കണ്ടുപിടിക്കുകയും അവബോധമുണ്ടാക്കാനും സഹായിക്കുകയും ചെയ്യും.